ഇപ്പോൾ നമുക്കൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ചേരുകയാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, കോൺഗ്രസിനെ തരൂർ വെട്ടിലാക്കുന്നത് ആദ്യമല്ല, അത് കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെ നടന്നു വരുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ തരൂരിന് ഒരു വഴി വെട്ടേണ്ട എന്ന നിലപാട് എടുത്തുകൊണ്ട് കോൺഗ്രസ് അതിൽ നടപടികളിലേക്കൊന്നും നീങ്ങിയിട്ടില്ല. പക്ഷേ നോക്കൂ, അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കോൺഗ്രസിനെ ഇമ്മാതിരി വെട്ടിലാക്കിയ മറ്റൊരു ലേഖനമില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു നിലപാട് തരൂർ സ്വീകരിക്കുമ്പോൾ ഇനിയും നടപടി വൈകിക്കാൻ കോൺഗ്രസിനാകുമോ? ഇതിപ്പോ ഒരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ. നേരത്തെ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് അനുകൂലമായിട്ട് എഴുതി. അതിനുശേഷം മോഡിയെ സ്തുതിച്ചുകൊണ്ട് ലേഖനം എഴുതി. ഇപ്പോൾ അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നു. ഇപ്പോൾ വെട്ടിലാക്കുകയാണെന്ന് വെച്ചാൽ വെട്ടിലാണ്. പക്ഷെ ആ വ്യക്തി ഇരിക്കുന്നതാണ് അതിന്മേൽ പ്രതികരിക്കാതെ നടപടികളിലേക്ക് പോകാതെ നിശബ്ദത പാലിച്ചിരിക്കുന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. നമുക്കറിയാം, ഇദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം തന്നെ കോൺഗ്രസിന്റെ നിലപാടുകളെയും കോൺഗ്രസിന്റെ നയങ്ങളെയും വിമർശിക്കുന്നു. അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ ഇപ്പോൾ ആരും അംഗീകരിക്കുന്നില്ല. പക്ഷേ അടിയന്തരാവസ്ഥയുടെ പേരിൽ അദ്ദേഹം വിമർശിക്കുന്നത് അടിയന്തരാവസ്ഥയെ മാത്രമല്ല, കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള ജനാധിപത്യ പാരമ്പര്യത്തെ കൂടെ വിമർശിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥയുടെ അപരേഷനായിരുന്നു സംഭവിച്ചു. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ ഈ ജനാധിപത്യം നിലനിൽക്കുന്നത് കോൺഗ്രസ് ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ. അത് ആർക്കെങ്കിലും അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു നിലപാട് അദ്ദേഹം എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താ? അദ്ദേഹം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ലക്ഷ്യം, നമുക്ക് അത്യാവശ്യം ബുദ്ധിയും ബോധമുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും കോൺഗ്രസ് വിട്ടു പോകണം. കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഈ ദേശീയ തലത്തിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും തോന്നില്ല. സംസ്ഥാന തലത്തിൽ ഇപ്പോൾ 28.3% പേര് പിന്താങ്ങിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തെ UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആരെങ്കിലും ഉയർത്തി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ഇനിയുള്ള വഴി BJP ആണ്. അപ്പൊ ഇപ്പൊ അദ്ദേഹം പാർലമെന്റ് മെമ്പറാ. അപ്പൊ അദ്ദേഹത്തിന് പാർലമെന്റ് മെമ്പറായിട്ട് തുടരണമെങ്കിൽ അദ്ദേഹം ഈ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ വ്യവസ്ഥകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. അപ്പൊ പാർട്ടി എന്തെങ്കിലും നടപടിയെടുത്ത് പുറത്താക്കുകയാണെങ്കിൽ പിന്നെ തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാ. അദ്ദേഹം എന്ത് തീരുമാനം എടുക്കുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ലോക്സഭാ അംഗമായിട്ട് തുടരാം. അതായത് ഇവിടെ കോൺഗ്രസുകാരുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ച് പാർലമെന്റിൽ 4ാം തവണ എത്തിയ തരൂരിന് വീണ്ടും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവിടെ പാർലമെന്റ് അംഗമായിട്ട് തുടരാം. പിന്നെ എന്തെങ്കിലും പദവികൾ വേറെ ലഭിക്കുമെങ്കിൽ വാങ്ങാം. അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതായത് കോൺഗ്രസ് ഒരു നിലപാടെടുത്ത് തന്നെ പറഞ്ഞുവിടട്ടെ, ഞാനായിട്ട് പോകുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് മിണ്ടാതിരിക്കുക വേണ്ടത്. അവിടെ ഒന്ന് പറഞ്ഞോട്ടെ. സണ്ണിക്കുട്ടി എബ്രഹാം, എത്ര നാൾ ഇത് തുടരും, എത്ര നാൾ ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയോട് ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം ചോദിക്കുമ്പോൾ താൻ ലേഖനം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് പ്രിയങ്ക ഗാന്ധി ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പോകാൻ ഒരാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രകോപനങ്ങളും തുടരും എന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ പ്രവർത്തക സമിതി അംഗമായി ഇരുന്നു കൊണ്ട് ഇതുപോലെയുള്ള ലേഖനം ആഴ്ചയിൽ 1 എന്ന നിലയിൽ തരൂർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, വെട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും പ്രതികരിക്കാതെ അല്ലെങ്കിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു പാർട്ടിയും നേതാക്കളുമായി കോൺഗ്രസിന് ഇങ്ങനെ തുടരാൻ പറ്റുമോ? അത് മറ്റു തരത്തിലുള്ള ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കില്ലേ? നമുക്കിപ്പോ ആഴ്ചയിൽ 1 വീതം ലേഖനം എഴുതുന്നു. അദ്ദേഹം പ്രതികരണശേഷിയില്ലാത്തൊരു പാർട്ടിയായിട്ട് ഇത് മാറുകയാണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, ആഴ്ചയിൽ 2 എഴുതിക്കോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മള് നേരത്തെ ഇദ്ദേഹം മോദിയെ കുറിച്ചൊരു കാര്യം പറഞ്ഞല്ലോ. അതായത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ടല്ല, ഒരു RSS നേതാവ് കാരവൺ പത്രാധിപരോട് വിനോദിനോട് ഇങ്ങനെ പറഞ്ഞു എന്ന മട്ടിൽ പറഞ്ഞത്, അതായത് ശിവലിംഗത്തിൽ ഇരിക്കുന്ന ഒരു തേളാണ് മോദി. നമുക്ക് കൈകൊണ്ട് അതിനെ എടുത്ത് മാറ്റാനും പറ്റത്തില്ല, ചെരുപ്പ് കൊണ്ട് അടിക്കാനും പറ്റത്തില്ല. ആ സ്ഥിതിയിലാണ് ഇപ്പൊ കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. അതിന് പരിമിതികളുണ്ട്. ഇദ്ദേഹത്തെ ഒരു രക്തസാക്ഷി പരിവേഷം കൊടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തുവിടേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞോട്ടെ. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിൽ കേരളത്തിലോ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലോ അദ്ദേഹം എടുക്കുന്ന നിലപാടിനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തു നമുക്ക് നോക്കാം. എത്ര പേരുടെ പിന്തുണയുണ്ടെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ വഴി അദ്ദേഹം തന്നെ വെട്ടട്ടെന്നേ. അദ്ദേഹത്തിന് കോൺഗ്രസിനെ വേണ്ട, കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന് തൃപ്തിയില്ല. അദ്ദേഹം സോമനസാരെ പൊയ്ക്കോട്ടെ. അദ്ദേഹത്തിന് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അങ്ങനെ പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. BJPക്ക് അദ്ദേഹത്തെ വേണമെങ്കിൽ ഏത് നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നോക്കൂ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലെയല്ല. അടിയന്തരാവസ്ഥയിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ലേഖനം എന്നേ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ കളവുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞത്
യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രവർത്തക സമിതി അംഗം ഇത് കാണിക്കേണ്ടുന്ന മര്യാദയുണ്ട്. പറയാതിരിക്കേണ്ടുന്ന കാര്യങ്ങൾ പറയാതിരിക്കണം എന്നതാണ് അദ്ദേഹം ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യം. പക്ഷേ അത് അദ്ദേഹം ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് തരം പ്രതികരണമാകും ഇതിനോടുണ്ടാവുക? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയമായ ധാർമ്മികമായ ചില സത്യസന്ധതകളുണ്ട്. നമ്മളൊരു ചുമതലയിലിരിക്കുമ്പം എനിക്കോ രേണുവിനവണെ എന്തുവേണേ പറയാം, നമുക്കാർക്ക് ഇവരോട് യാതൊരു ബാധ്യതയുമില്ല. അതുപോലല്ല, കഴിഞ്ഞ 4 തവണ തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇദ്ദേഹത്തിനെ ഈ പദവിയിലേക്ക് ഉയർത്തിയത്. അതിനുമുമ്പ് അദ്ദേഹം ഒരു അണ്ടർ സെക്രട്ടറി ജനറൽ മാത്രമായിരുന്നു, എഴുത്തുകാരൻ, പ്രഭാഷകൻ. ഇന്നത്തെ ശശി തരൂരിനെ സൃഷ്ടിച്ചത് ഈ തിരുവനന്തപുരത്തെ കടലോരത്തുൾപ്പെടെയുള്ള പാവപ്പെട്ട ജനങ്ങളാണ്. അപ്പൊ അവരോടൊരു ചെറിയ മര്യാദ, ചെറുത്, കൂടുതലൊന്നും വേണ്ട. അല്ലാതെ ആ ആള് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. എങ്കിലൊരു സാമാന്യ മര്യാദ അദ്ദേഹത്തിന് പുലർത്താവുന്നതേ ഉള്ളൂ. അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ വഴിക്ക് വിടുക എന്നുള്ളത് തന്നെയാണ് അഭികാമ്യം. അദ്ദേഹം പ്രസംഗിക്കട്ടെ, അദ്ദേഹം പറയട്ടെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരാം. അത് ഒരു അതിന്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തുമ്പോൾ അത് വേണ്ടത് സംഭവിച്ചുകൊള്ളും. അദ്ദേഹം മതിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇപ്പം ഒരു പ്രശ്നം വെച്ചാൽ അദ്ദേഹത്തിന് നിങ്ങൾ പിന്നെ ടെലിവിഷൻ ചാനലുകൾ അഖിലേന്ത്യാ തലത്തിൽ സ്പേസ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് പിന്നെ ചാനലുകളിൽ വരുന്നു, പത്രങ്ങളിൽ വരുന്നു. അദ്ദേഹത്തിന്റെ ആ സ്പേസ്, അതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിപ്പോ നാളെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയാലും ആ സ്പേസ് കിട്ടും, ചിലപ്പോൾ കൂടുതൽ കിട്ടും. അതുകൊണ്ട് അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ വഴിക്ക് തെളിയിക്കുന്നതാണ് രാഷ്ട്രീയമായ ബുദ്ധി എന്നാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടാണ് തരൂരിന്റെ കാര്യത്തിൽ ശരിക്കുള്ള നിലപാട്, അല്ലെങ്കിൽ ആവശ്യമെടുക്കേണ്ട നിലപാട് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പക്ഷേ എത്ര നാൾ ഈ മൗനം തുടരാൻ കഴിയും എന്നതൊരു ചോദ്യമാണ്. ലണ്ടനിലുള്ള തരൂർ ഈ മാസം 18-നാണ് തിരിച്ചെത്തുന്ന തരൂർ മാധ്യമങ്ങളെ നേരിൽ കണ്ട് എന്ന് പറയുന്നു. കോൺഗ്രസിന്റെ നടപടിക്കായി ഇനി തരൂർ കാത്തിരിക്കുമോ? തന്റെ വഴി BJP-യുടേതാണ് എന്നത് തരൂർ സ്ഥിരീകരിച്ചോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ് ഇന്നത്തെ ലേഖനം. എന്തായാലും തരൂർ നേരിട്ടെത്തുമ്പോൾ അല്ലെങ്കിൽ തുടർ ലേഖനങ്ങളിലൂടെ അതിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വാർത്തയുടെ വിശദാംശങ്ങളാണ് TG സജിത്ത് നൽകിയത്. തരൂരുമായി ബന്ധപ്പെട്ട ഇന്നലെ വന്ന വാർത്തകളുടെ പ്രതികരണങ്ങളിലേക്കാണ്. തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയുള്ള സർവേക്ക് പിന്നിൽ ഗൂഢാലോചന ആരോപിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. സ്വയം ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചുള്ള തരൂർ തന്ത്രം BJP അജണ്ടയുടെ ഭാഗമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. 2026-ൽ UDF-ന് വൻ സാധ്യത പറയുന്ന സർവേയാണെങ്കിലും സർവേ ഏറ്റെടുക്കാതെ കരുതലോടെയാണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ നീക്കം. ഇതിനിടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ തരൂരിന്റെ ലേഖനവും വിവാദമായി. 2026-ൽ കേരളം ആര് പിടിക്കും? പലവിധ സാധ്യതകളും പങ്കുവയ്ക്കുന്ന സർവേകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. എന്നാൽ വോട്ട് വൈബ് എന്ന ഏജൻസിയുടെ സർവേ ചർച്ചയായത് തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി എന്നതിലാണ്. UDF-ന് വൻ സാധ്യത പറയുന്ന സർവേയാണെങ്കിലും കോൺഗ്രസ് ഇത് ഏറ്റെടുക്കുന്നില്ല. പകരം BJP അജണ്ടയാണെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. തരൂരിനെ ഉയർത്തിക്കാട്ടി പാർട്ടിയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ നീക്കമെന്ന് കോൺഗ്രസ് സംശയിക്കുന്നു. ഇഷ്ടംപോലെ സർവേ എല്ലാ ദിവസവും വരുന്നുണ്ട്. നമ്മൾ ചിലത് കാണും, നമ്മൾ ചിലത് കാണില്ല. ഇതേതാന്ന് എനിക്ക് മനസ്സിലായില്ല. UDF-ലും കോൺഗ്രസിലും ജനങ്ങളുടെ ഇടയിലും പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കാൻ വേണ്ടി BJP ഉണ്ടാക്കുന്ന ചില നടപടികളാണിതെല്ലാം. ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. കോൺഗ്രസിൽ തരൂരിന്റെ ഭാവി പോലും പരുങ്ങല്ലായിരിക്കുമ്പോഴാണ് തരൂരിന് മുഖ്യമന്ത്രി സാധ്യത നൽകുന്ന സർവേ ഫലമെന്നതാണ് ശ്രദ്ധേയം. തന്റെ എക്സ് അക്കൗണ്ടിൽ തരൂർ ഇത് ഷെയർ ചെയ്യുക കൂടി ചെയ്തതോടെ സർവേക്ക് പിന്നിലെ ഗൂഢാലോചന കോൺഗ്രസ് ഉറപ്പിച്ചു. സ്വയം ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചുള്ള തരൂർ തന്ത്രത്തെ കരുതലോടെ നേരിടുകയാണ് കോൺഗ്രസ് നേതാക്കൾ. UDF-ന് ഭൂരിപക്ഷം കിട്ടിയാൽ UDF ആണല്ലോ മുഖ്യമന്ത്രിയാവുക. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വേറെ ആർക്ക് സർവേയുടെ മുൻപന്തിയിലാണെങ്കിലും UDF അധികാരത്തിൽ വന്നാൽ UDF മുഖ്യമന്ത്രിയാവും. അപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ. അതിനുശേഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഏതായാലും ഇലക്ഷൻ ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇതുപോലത്തെ അനാവശ്യമായിട്ടുള്ള വിവാദത്തിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. അടുത്തിടെ ശശി തരൂർ നടത്തിയ വിവാദ നീക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വവുമായുള്ള അകൽച്ച വർദ്ധിപ്പിച്ചു. ഇനി കോൺഗ്രസിൽ തരൂരിനൊരു ഭാവിയില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് പല പ്രമുഖ നേതാക്കളും. താൻ കോൺഗ്രസുകാരൻ തന്നെയാണെന്ന് ആവർത്തിക്കുകയും ഫലത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകളുമായിട്ടാണ് തരൂർ മുന്നോട്ട് പോകുന്നത്. പാർട്ടിക്ക് പുറത്തുപോയി എടുക്കുന്ന നിലപാടിനേക്കാൾ തന്നെ ചർച്ചയാക്കുന്നത് ഈ തന്ത്രം തന്നെയാണെന്ന് വിലയിരുത്തലാണ് ശശി തരൂരിന്റെ നീക്കവും. ചുരുക്കത്തിൽ
തരൂർ സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് പിന്നിലെല്ലാം ഒരു ദേശീയ അജണ്ടയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. ഇതിനിടയിലാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ കേരളത്തിലും ദേശീയ തലത്തിലുമുള്ള ചില പത്രങ്ങളിൽ തരൂർ ലേഖനമെഴുതിയത്. ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും കണക്കറ്റ് വിമർശിക്കുന്ന ലേഖനം അവസാനിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്തുതിയോടെയാണ്. ഇന്ദിരയുടെ കാലത്തേക്കാൾ ജനാധിപത്യ ഇന്ത്യയാണ് ഇപ്പോഴെന്ന തരൂർ ലേഖനത്തിലെ പരാമർശം ഫലത്തിൽ BJPക്കുള്ള വാഴ്ത്തുപാട്ടാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.